പന്തളം രാജകുടുംബത്തിൽ അശൂലമുണ്ടായതിനെ തുടർന്ന് രാജപ്രതിനിധി മടങ്ങിയെത്തിയ ചരിത്രമുണ്ടെങ്കിലും രാജപ്രതിനിധിക്ക് തിരുവാഭരണ പേടകത്തെ അനുഗമിക്കാൻ കഴിയാത്ത സാഹചര്യം 50 വർഷങ്ങൾക്ക് ശേഷം ഇതാദ്യമാണ്. വലിയ കോയിക്കൽ കുടുംബാംഗത്തിന്റെ ദേഹവിയോഗത്തെ തുടർന്നാണ് ഇത്തവണ അശൂലമുണ്ടായിരിക്കുന്നത്. ഇതേ തുടർന്ന് രാജപ്രതിനിധി തിരുവാഭരണ ഘോഷയാത്രയെ അനുഗമിക്കാത്തതിനാൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ നടത്തേണ്ട ചില ചടങ്ങുകൾ പന്തളത്തും സന്നിധാനത്തും ഒഴിവാക്കിയിട്ടുണ്ട്. സ്രാമ്പിക്കൽ കൊട്ടാരത്തിൽ നിന്നുള്ള തിരുവാഭരണ എഴുന്നള്ളത്ത് ദർശനത്തിനായി തുറന്നുവെക്കൽ, വലിയ രാജാവിന്റെയും രാജപ്രതിനിധിയുടെയും എഴുന്നള്ളത്ത്, ഘോഷയാത്രാ സംഘത്തെ ഭസ്മം നൽകി അനുഗ്രഹിക്കൽ, ഉടവാൾ കൈമാറ്റം, നീരാഞ്ജനമൊഴിയൽ തുടങ്ങിയ പരമ്പരാഗത ചടങ്ങുകൾ ഇത്തവണ പന്തളത്ത് ഒഴിവാക്കിയിട്ടുണ്ട്. രാജപ്രതിനിധിയുടെ നേതൃത്വത്തിൽ ശബരിമല സന്നിധാനത്ത് നടത്തേണ്ട കളഭം, മാളികപ്പുറത്തെ ഗുരുതി, എഴുന്നള്ളത്ത് തുടങ്ങിയ ചടങ്ങുകൾ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിലായിരിക്കും ഇത്തവണ നടക്കുക. 21-ാം തീയതി നടയടച്ച് തിരുവാഭരണങ്ങളുമായി മടങ്ങുമ്പോഴുള്ള പണക്കിഴിയും താക്കോൽ കൈമാറ്റവും ഇത്തവണ ഉണ്ടായിരിക്കില്ല. പങ്കജാക്ഷൻ, അമൃത ന്യൂസ്, പത്തനംതിട്ട.